ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 136/2020 നടന്ന ഒരു VU എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രസ്താവന രീതിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈ വരുന്ന LDC പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും കൃത്യമായി മനസ്സിലാക്കി പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ച് ഗവർണറായ വാൻ റീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം. 1678 1703 ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത്. ഇതിൽ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ശരിയായെന്ന് പറഞ്ഞാൽ 1, 2, 4 ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, തെറ്റായ ജോഡി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമായിട്ട് സൈമൺ ബൊളിവറിന് ബന്ധമുണ്ട്. റഷ്യൻ വിപ്ലവം ലെനിനുണ്ട്. മഹത്തായ വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത്, അതായത് അതിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ചാൾസ് ഒന്നാമനിൽ നിന്നും ജെയിംസ് രണ്ടാമനാണ് വരുന്നത്. ഫ്രഞ്ച് വിപ്ലവമാണെങ്കിൽ ആർതർ വെല്ലസ്ലിയും നെപ്പോളിയൻ തമ്മിലുള്ള യുദ്ധമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ശരിയായ പ്രസ്താവനകളാണ്. പക്ഷേ PSC ചോദിച്ചപ്പോൾ ആൻസർ കീ വന്നപ്പോൾ ബിക്കാണ് ആൻസർ കൊടുത്തത്. പക്ഷേ ഇതെന്താണ്, ചോദ്യം തെറ്റാണ് കേട്ടോ. ചോദ്യം തെറ്റാണ്. അപ്പോൾ നോക്കണ്ട, ഇതെല്ലാം എന്ത് തന്നെയാണ്, ശരി തന്നെയാണ് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് ലോങ് വാക്ക് ടു ഫ്രീഡം, അതേപോലെ തന്നെ എ മെമ്മറി ഓഫ് സോൾ ഫെറിനോ, മെയിൻ കാഫ്, മൈ ഏർലി ലൈഫ്. ഇതിൽ ബി ഓപ്ഷനാണ് ശരി കേട്ടോ. ബി ഓപ്ഷനാണ് ശരി. ഒന്നാമത്തത് ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെയാണ്. എ മെമ്മറി ഓഫ് സോൾഫെറിനോ ആരുടെയാണ്, ഹെൻറി ഡ്യൂണൻ്റ്. മെയിൻ കാഫ് നമുക്കറിയാം അഡോൾഫ് ഹിറ്റ്ലറുടെയാണ്. അതേപോലെ തന്നെ മേ ഏർലി ലൈഫ് ആരുടെയാണ്, വിൻസ്റ്റൺ ചർച്ചിൽ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി. നാലാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. പ്രധാനമന്ത്രി വയവന്ദന യോജന 2017 മെയ് മാസം ആരംഭിച്ചു. 60 വയസ്സോ അതിന് മുകളിലോ ഉള്ള സീനിയർ സിറ്റിസണിന് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. ഉത്തർപ്രദേശിലെ ജോൺപൂർ ജില്ലയിലാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ് ഈ പദ്ധതി. ഇതിലേതാണ് ശരിയായ ജോഡി, ശരിയായ പ്രസ്താവന എന്ന് തിരഞ്ഞെടുക്കുക. അതാണ് സംഭവം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 മൂന്നാമത്തത് തെറ്റാണ്. 1, 2, 4 ശരിയായത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഘടനകൾ രൂപം കൊണ്ട ക്രമത്തിൽ ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഇന്ത്യൻ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഓൾ ഇന്ത്യ കിസാൻ സഭ. അപ്പോൾ അഞ്ചാമത്തത് ഓപ്ഷൻ എ ആണ്. 3, 1, 2, 4 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 സ്ഥാപിച്ചു. അതാണ് അപ്പോൾ ആദ്യം വന്നത്. അടുത്തത് വന്ന് ഇന്ത്യൻ അസോസിയേഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ വന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം, ഗോദാവരി നദിയുടെ പോഷക നദി ഏതാണ്? ശബരി കേട്ടോ. ഗോദാവരി നദിയുടെ പോഷക നദി ഇതിലേതാണ്? ശബരിയാണ്. ഏഴാമത്തെ ചോദ്യം, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി കവരത്തി കേട്ടോ. കവരത്തി. എട്ടാമത്തെ ചോദ്യം, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം, ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏത്? ഹിമക്കാറ്റ് ഏത്? ധ്രുവപ്രദേശങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷ്ണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഏതാണ്? ഇതിൽ ആൻസർ? ധ്രുവീയ പൂർവ്വവാദങ്ങൾ കേട്ടോ. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ധ്രുവീയ പൂർവ്വവാദങ്ങൾ. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആസാമാണ് കേട്ടോ. ആസാം. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ്. 12ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്?
ഇത് അന്ന് ആൻസർ രാജീവ് കുമാർ ആയിരുന്നു. ഇപ്പോഴത്തെ ആരാന്നറിയോ? സുമൻ ബേരിയാണ് കേട്ടോ. സുമൻ ബേരി. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് തെറ്റായ പ്രസ്താവന. കാരണം ഇത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ പറഞ്ഞാണ് കേട്ടോ, ഗരീബി ഹട്ടാവോ. അപ്പോൾ അതാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശവൽക്കരിച്ചു, ശരിയാണ്. 1969 14 ബാങ്കുകൾ ദേശവൽക്കരിച്ചു, ശരിയാണ്. 1980 6 സ്വകാര്യ മേഖല ബാങ്കുകൾ ദേശവൽക്കരിച്ചു, ശരിയാണ്. 4ാമത്തത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ 20 ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ടെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1, 2, 3 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. പുതിയ സാമ്പത്തിക നയം, പുത്തൻ സാമ്പത്തിക നയം, അതിലൊരു ഓപ്ഷൻ 4 ആണ്. 1991 പുത്തൻ സാമ്പത്തിക നയം വന്നത്. അതേപോലെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായി 1950. നബാഡ് നിലവിൽ വന്നു 1982. നീതി ആയോഗ് 2015. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ തിരിച്ചറിയുക. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പാർലമെന്ററി സമ്പ്രദായം നിയമവാഴ്ച കേട്ടോ. പാർലമെന്ററി സമ്പ്രദായം നിയമവാഴ്ച കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ലോകസഭയും രാജ്യസഭയും ചേർന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ലോകസഭയും രാജ്യസഭയും ചേർന്നാണ്. 18ാമത്തെ ചോദ്യം, പഞ്ചായത്തി രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുക. ആരൊക്കെയാണ്? അശോക് മേത്ത, ബൽവന്ത് റായ് മേത്ത. ഇവർ രണ്ട് കമ്മീഷൻസ് ഉണ്ടായിരുന്നു. പഞ്ചായത്തി രാജിന് വേണ്ടി ഉണ്ടായ കമ്മീഷൻസ് ആണ് അശോക് മേത്ത കമ്മീഷനും ബൽവന്ത് റായ് മേത്ത കമ്മീഷനും. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം, നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. ഇതിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തതാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും കേട്ടോ. നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 20ാമത്തെ ചോദ്യം, കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 NEP 2020 അംഗീകാരം നൽകിയ വർഷം തിരിച്ചറിയുക. എന്നാണ്? 2020 ജൂലൈ 29 കേട്ടോ. 2020 ജൂലൈ 29 ആണ്. 21ാമത്തെ ചോദ്യം, കിഫ്ബിയുടെ പൂർണ്ണ രൂപം കണ്ടുപിടിക്കുക. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കേട്ടോ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇതിനെയും ചോദിക്കാം. 22ാമത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരും അതിന്റെ ഗുഡ്വിൽ അംബാസഡറെയും തിരിച്ചറിയുക. ഏതാണ്? മൃത സഞ്ജീവനി. മോഹൻലാലാണ് ബ്രാൻഡ് അംബാസഡർ കേട്ടോ. മൃത സഞ്ജീവനി മോഹൻലാല്. അപ്പോൾ ഇങ്ങനെയും തെറ്റിക്കാൻ കണ്ടോ, മമ്മൂട്ടി അതിന് കൂടെ കൊടുത്തിട്ടുണ്ട്, മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൃത സഞ്ജീവനി ആരാണ്? മോഹൻലാലാണ്. 23ാമത്തെ ചോദ്യമാണ്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1998 ഡിസംബർ ആണ്. 1998 ഡിസംബർ ആണ്. 24ാമത്തെ ചോദ്യം, മുസിരീസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കേരളത്തിൽ ഏത് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു? എറണാകുളം, തൃശ്ശൂർ കേട്ടോ. എറണാകുളം, തൃശ്ശൂർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, മനുഷ്യനിൽ ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് ശരീരഭാഗത്തെയാണ്? ശ്വാസകോശം. ഓപ്ഷൻ ബി ശ്വാസകോശം. 26ാമത്തെ ചോദ്യം, മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി ഏതാണ്? കോൺ കോശങ്ങൾ കേട്ടോ. കോൺ കോശങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം, ഏത് രോഗത്തെയാണ് ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത്? കുഷ്ഠരോഗമാണ് കേട്ടോ. ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠരോഗം. ഓപ്ഷൻ എ. 28, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് കേട്ടോ. ഓപ്ഷൻ ഡി കരൾ. 29ാമത്തെ ചോദ്യം, മനുഷ്യനിൽ വിറ്റാമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗമേത്? നിശാന്തത കേട്ടോ. നിശാന്തത. മനുഷ്യനിൽ വിറ്റാമിൻ എയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത.
30ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഫെർമി. ഓപ്ഷൻ ബി ഫെർമിയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഫെർമിയാണ്. 31ാമത്തെ ചോദ്യം, മഴവിൽ ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ ഏതെല്ലാം പ്രതിഭാസങ്ങൾ മൂലമാണ്? അപവർത്തനം, ആന്തരപ്രതിപതനം, പ്രകീർണനം. ഓപ്ഷൻ സി കേട്ടോ. അപവർത്തനം, ആന്തരപ്രതിപതനം, പ്രകീർണനം. ഓപ്ഷൻ സി ആണ് ആൻസർ. 32ാമത്തെ ചോദ്യം, 2021 ഓഗസ്റ്റിൽ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര്? EOS 03 കേട്ടോ. EOS 03. ഓപ്ഷൻ എ ആണ് ആൻസർ. 33, ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം എന്ത് പറ്റുന്നു? കുറയുന്നു. pH മൂല്യം കുറയുന്നു കേട്ടോ. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം കുറയുന്നു. 34ാമത്തെ ചോദ്യം, ഡാഷ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു? സൾഫ്യൂറിക് ആസിഡ്. ഓപ്ഷൻ ഡി ആണ് സൾഫ്യൂറിക് ആസിഡ് അല്ലേ. സൾഫ്യൂറിക് ആസിഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. 35ാമത്തെ ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ കേട്ടോ. ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. 36ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സാഹിത്യലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ കേട്ടോ. സാഹിത്യ വിമർശനമില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി 1, 3, 4. 37ാമത്തെ ചോദ്യം, ഞാൻ എന്ന ആത്മകഥ ആരുടെയാണ്? എഴുതിയതാരാണ്? NN പിള്ള കേട്ടോ. ഞാൻ എന്ന ആത്മകഥ എഴുതിയതാരാണ്? NN പിള്ള. 38ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. അവിടെ തെറ്റിക്കും. രാമകൃഷ്ണപിള്ള എഴുതാൻ സാധ്യതയുണ്ട്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 39ാമത്തെ ചോദ്യം, കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള IFFKയിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് ലഭിക്കുന്ന പുരസ്കാരം? സുവർണ ചകോരം കേട്ടോ. ഓപ്ഷൻ ഡി സുവർണ ചകോരം. 40ാമത്തെ ചോദ്യം, മാരിയപ്പൻ തങ്കവേലു ഏത് മേഖലയിൽ അറിയപ്പെടുന്നു? സ്പോർട്സ് കേട്ടോ. സ്പോർട്സ് ആണ്. ഹൈ ജമ്പ് മറ്റേ പാര അത്ലറ്റാണ് കേട്ടോ. സ്പോർട്സ്. അപ്പോൾ അടുത്ത ചോദ്യം, 2021 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ചാമ്പ്യൻ ആര്? ഇതൊക്കെ അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് 2021 ചോദിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അന്നത്തെ ആയിരുന്നു എമ്മ റഡുക്കാനു കേട്ടോ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. 42ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പോയിന്റിംഗ് ഉപകരണം അല്ലാത്തത് ഏത്? ബാർകോഡ് റീഡർ കേട്ടോ. പോയിന്റിംഗ് ഉപകരണം അല്ലാത്തതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. IT-യുമായി ബന്ധപ്പെട്ട് ചോദിച്ചാണ്. ബാർകോഡ് റീഡറാണ് കേട്ടോ. അത് പോയിന്റിംഗ് ഉപകരണമല്ല. 43ാമത്തെ ചോദ്യം, ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിന് കേട്ടോ. ഉപഭോക്തൃ നിർവചിത വാക്കുകൾ നിർവചിക്കുന്നതിനാണ് ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രഖ്യാപന പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 44ാമത്തെ ചോദ്യം, കേബിൾ TV ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. കേബിൾ TV ശൃംഖല ഏതുതരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 45ാമത്തെ ചോദ്യം, ജനപ്രിയമായ ഒരു മൈക്രോ ബ്ലോഗിംഗ് സൈറ്റാണ് ട്വിറ്റർ കേട്ടോ. twitter.com കേട്ടോ. ഓപ്ഷൻ ബി. 46ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരാത്തത് ഏത്? രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കേട്ടോ. ഓപ്ഷൻ ബി രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. 47ാമത്തെ ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പെടാത്തത് ഏത്? വിവാഹമോചനം. ഇത് പിന്നീടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 2024 ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. 48ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആര്? ഇത് ചോദിച്ചപ്പോൾ ആൻസർ കൊടുത്തിരുന്നത് വിശ്വാസ് മേത്തയ്ക്കായിരുന്നു. ഇപ്പോൾ മാറിയിട്ടുണ്ട്. വി ഹരി നായരാണ് കേട്ടോ. വി ഹരി നായരാണ് ഇപ്പോഴത്തെ ആൻസർ കേട്ടോ. അപ്പോൾ അത് കൃത്യമായി മാറ്റി പഠിക്കുക. ഇനിയും ചോദിക്കുന്നതാണ്. വി ഹരി നായരാണ്. 49ാമത്തെ ചോദ്യം,
മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി എത്ര? 60 വയസ്സാണ് കേട്ടോ. ഓപ്ഷൻ സി 60 വയസ്സാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം കേട്ടോ. ഉൽപാദകനും വിതരണക്കാരനും തമ്മിലുള്ള ബന്ധം എവിടെ വരുന്നില്ല? ഉപഭോക്തൃ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ.